ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു പുതിയ സ്പോട്ടാണ്. ഞാനൊരു 3 വർഷം മുമ്പ് ഇവിടെ നിന്ന് ഒരു മണ്ടൻ ചെയർ പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഫാദർജിയും കൂടെയാണ് ഇന്ന് ഫിഷിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആ കാസ്റ്റ് ചെയ്യുന്ന ഭാഗത്തായിട്ട് ഒരു ഫിഷിൻ്റെ ആക്ടിവിറ്റി കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ അവിടെ തന്നെ കാസ്റ്റ് ചെയ്ത് ഫസ്റ്റ്. എന്തായാലും വരാലോ ചേറാണെങ്കിൽ കറക്റ്റായിട്ട് അവിടെ സ്ട്രൈക്ക് എടുക്കും. സ്ട്രൈക്ക്. ഓ, പോയി പോയി. വരാല്ലേ, ഞാൻ പറഞ്ഞില്ലേ അവിടെ മീനുണ്ടെങ്കിൽ സ്പോട്ടിൽ അടിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ആക്ടിവിറ്റി കണ്ടുകൊണ്ട് അവിടെ ആയിരുന്നു. ഒരു സ്ട്രൈക്ക് നമുക്ക് മിസ്സായി പോയിട്ടുണ്ട് ഫ്രണ്ട്സ്. ആ സ്ട്രൈക്ക് മിസ്സായെങ്കിലും വിടൂല, നമ്മൾ കറക്റ്റ് അവനെ പൊക്കിയിട്ടൊന്ന് പോകുന്നുള്ളൂ. നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. അടുത്ത സ്ട്രൈക്ക്. ഇവനെന്താ ഫുട്ബോൾ കളിക്കാരനാണ്, ഫ്രോഗ് തട്ടി കളിക്കുന്നു. ഇനി നമ്മളിട്ട് കൊടുക്കുന്ന ഫ്രോഗിൻ്റെ കളർ അവന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് പറഞ്ഞത്. പാലുകൊണ്ട് തട്ടി തെറിപ്പിച്ചിട്ട് പോകുന്നല്ലാതെ ഹുക്കാവുന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് വീണ്ടും കാസ്റ്റ് ചെയ്ത് നോക്കാം. അവനെ തൂക്കണം, തൂക്കിയല്ലേ പറ്റുള്ളൂ. ഇതേ പിന്നെ സ്ട്രൈക്ക് സ്ട്രൈക്ക് അത് പോയി, അതും പോയി. സ്ട്രൈക്ക് മിസ്സാവുന്നല്ലാതെ അത് എടുക്കുന്നില്ല. ഇത് നമ്മളെ കളിപ്പിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇതിന്റെ കൂടെ കളിച്ചുകൊണ്ട് നമ്മളെ സമയം വെറുതെ പോകുന്നുണ്ട്. അതാ അതാ പിന്നെ സ്ട്രൈക്ക് എന്നിട്ട് പോയി. ഇത് നമ്മളെ നന്നായിട്ട് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവന്റെ മടയിൽ പോയി തൂക്കിയാലേ നടക്കുള്ളൂ തോന്നുന്നു. 3 സ്ട്രൈക്കായി. അടുത്ത 4ാമത്തെ സ്ട്രൈക്ക്. ഇതേ പിന്നെ സ്ട്രൈക്ക്. ഇത് വലിയ കഷ്ടമായല്ലോ. ഇത് മൊത്തം 5ാമത്തെ സ്ട്രൈക്കാണ് കേട്ടോ ഫ്രണ്ട്സ്. എന്തായാലും നമുക്ക് അതിന്റെ അടുത്തോട്ട് പോയിട്ടൊന്ന് കളിപ്പിച്ച് നോക്കാം. ഇനി നമുക്ക് അവനെ കളിപ്പിച്ച് നോക്കാം. ഞാൻ അടുത്തോട്ട് വന്നപ്പോൾ വരാലി സാർ എങ്ങോട്ടോ മുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, കാണാനില്ല. എന്തായാലും ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ആളിനെ പൊക്കിയിട്ടേ പോകുന്നുള്ളൂ. ഇത്രയും നേരം കളിപ്പിച്ചല്ലേ. ചേറ് മീനിനെക്കാളും വളരെ അഗ്രസീവാണ് ഈ വരാൽ മീൻ എന്ന് പറയുന്നത്. എന്തടുത്ത് കൂടെ പോയാലും അത് ചാടി പിടിക്കും. നമ്മൾ ചേറ് മീൻ അങ്ങനെയല്ല. അത് കുറേ നേരം വാച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്രോഗ് എടുത്തിട്ടുള്ളത്. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാണ്. നമ്മുടെ അതിൽ തൊട്ട് ഫ്രണ്ടിൽ എന്തോ വെട്ടുന്നൊരു സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് എവിടെ നിന്നിട്ട് കുലുക്കി നോക്കാം. അടിച്ച് അടിച്ച് കൊച്ചു കള്ള അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ തൂക്കിയിട്ടുണ്ടെങ്കിൽ പൊളിച്ച് അച്ഛനെ കയറ്റിയിട്ടുണ്ട്. അവൻ്റെ ചിരിയും കളിയും എല്ലാം നിന്നു. ഇത്രയും നേരം നമ്മളെ കളിപ്പിച്ചല്ലേ, ഇനി നമ്മളെ കളിയിൽ കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം ഡീസൻറ്റ് സൈസാണ്. ഒരു 10-400 ഗ്രാം 500 ഗ്രാമിനകത്ത് വരും. അപ്പോൾ നമുക്ക് അടിച്ചിട്ടുള്ള ഷ്യൂർ ക്യാച്ചിൻ്റെ ഒരു ഫ്രോഗിനകത്താണ് ഇത് അടിച്ചിട്ടുള്ളത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു വരാലാണ് നമുക്ക് കയറിയിട്ടുള്ളത്. എന്തായാലും ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ഫ്രോഗിൻ്റെ കളറൊന്നും മാറ്റിയിട്ടുണ്ട്. സെയിം പാറ്റേൺ ആണ് ഷ്യൂർ ക്യാച്ചിൻ്റെ തന്നെ ഫ്രോഗ്. സിയൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ലിറ്റ്മേഡത്. പിന്നെ ലീഡർ ലൈന് ലിറ്റ്മ 40 LB ആണ്. പിന്നെ ലൈൻ വരുന്നത് ബ്രൈഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഹവാസിൻ്റെ ബ്രൈഡാണ് 35 LB. പിന്നെ റോഡ് നമുക്ക് ക്രസിയുടെ റോഡാണ് 7.8 ഫീറ്റിൻ്റെ റോഡാണ്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റീൽ വന്നിട്ട് കാസ്റ്റിങ്ങിൻ്റെ ക്വാളിറ്റി റീലാണ്, റൈറ്റ് ഹാൻഡാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് എന്താ കിട്ടുന്നത് നോക്കാമല്ലോ. ഈ സ്പോട്ട് കുറച്ചുകൂടെ പൊളി സ്പോട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നിന്ന സ്പോട്ടല്ല, നേരത്തെ നിന്നതിൻ്റെ മറുഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നല്ല അടിപൊളി സ്പോട്ടാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. എന്തായാലും ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ചൂണ്ടയിടുന്ന ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ വരാലിന് ചേർന്നൊക്കെ ഉപയോഗിക്കുന്നത് ഈ ബൈറ്റ് കാസ്റ്റ് റീലും റോഡാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സീ ഫിഷിങ് ഷോർ ഫിഷിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് സ്പിന്നിങ് റീലും റോഡും ഒക്കെയാണ്. നമുക്ക് ഈ ബൈറ്റ് കാസ്റ്റ് റീലിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ടൈം നമുക്ക് വേസ്റ്റ് ആവും. ഈ ബാക്ക്ലാഷ് അടിക്കുന്ന ഒരു പരിപാടി ഇതിനകത്തുണ്ട്. ഇതുപോലെ അടുത്ത കുട്ടി വരാലടിച്ചിട്ടുണ്ട് പോയി. വെറുതെ എടുത്തെറിഞ്ഞതാണ് കേട്ടോ. ഒരു വരാലി കുട്ടൻ കയറിയിട്ടുണ്ട്. കുഴപ്പമില്ല, ചെറിയ സൈസാണ്, എന്നാലും കൊള്ളാം. ആ ഫ്രോഗ് അവന് വായിക്കാത്ത ഏറ്റവും ആരോഗ്യം കൂടിയില്ലായിരുന്നു, എന്നാലും ചാടി പിടിച്ചിട്ടുണ്ട്. എന്തായാലും കളയുന്നില്ല, നമുക്ക് മറ്റവന് കൂട്ടായിട്ട് കൊണ്ടുപോകാം. വ്യാലിന്റെ കുട്ടി ഫ്രോഗ് ഇങ്ങനെ വെറുതെ വീഴുന്ന അവിടെ കുരുങ്ങി. അപ്പൊ ഞാൻ എടുത്തത് ഫ്രോഗ് ജസ്റ്റ് വീണ കുരുങ്ങി. അപ്പോഴത്തേക്ക് അടിച്ച് അത് നോത്തായ. മറ്റേ കഴിച്ചുകൊണ്ടിരിക്കലായിരുന്നു, അതെടുത്തിനകത്ത്
കഴിച്ചുകൊണ്ടത് പോയിരിക്കണം. അങ്ങോട്ട് പൊക്കി, വെള്ളത്തിൽ പോകും, പൊക്കി. അത് പോയി, അത് പോയി. കയ്യിലല്ലായി. വെള്ളത്തിൽ അവിടെ ഇവിടെ ആയിട്ട് ഫിഷിൻ്റെ നല്ല ആക്ടിവിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം. വീണ്ടും വീണ്ടും കാസ്റ്റ് ചെയ്യാം. ഓരോ കാസ്റ്റിനും ഓരോ പ്രതീക്ഷയല്ലേ അടിക്കുന്നത്. അടിച്ചിട്ടുണ്ട് ഗൈസ്, അടിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. ഹെവി ഫൈറ്റ്, ഹെവി ഫൈറ്റ്. സെറ്റ്, സെറ്റ്, സെറ്റ്. നല്ല സൈസ് ഒരു ചേറാനാണ് കയറിയിട്ടുള്ളത് നമുക്ക് ഗൈസ്. അടിച്ചു മുത്തേ, അടിച്ചു, അടിച്ചടാ, അടിച്ചടാ. സെറ്റ് സാധനം കണ്ടോ, അബോ 1.5 kg വരും. നല്ല രാവിലെ സെറ്റ് ഒരു സാധനം തൂക്കിയിട്ടുണ്ട് നമ്മള്. അടിപൊളി, അടിപൊളി. അതിനാ മാലിങ് എടുക്കും. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഗിപ്പറിന് എടുക്കാൻ പറ്റും. ഇതെങ്ങനെയൊക്കെ പൊക്കുന്നത്. എന്തായാലും കിട്ടു സൈസ് ഒരു ചേറാനെ ഇവിടെ കയറ്റിയിട്ടുണ്ട് നമ്മൾ. അടിപൊളി ഡേ ആണെന്നപ്പോൾ മൊത്തം 3 ആയിട്ടുണ്ട്. ഫ്രോഗ് ഫുള്ളായിട്ട് വിഴുങ്ങി വെച്ചിട്ടുണ്ട് ബാക്കിയകത്ത് കണ്ടോ. സെറ്റ് സാധനം അല്ലേ, ഹെവി ഹെവി ഹെവി. ഇളവൂല, കുരുങ്ങി കിടക്കണം. രാവിലെ കിട്ടിയ ചേറാൻ്റെ കൈയൊക്കെ മുറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. ആ ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്തിട്ടാൽ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.